തൊണ്ട് മുതൽ മരക്കമ്പുകൾ വരെ പിടിക്കുന്ന ഒരു സൂപ്പർ കൊക്കോ ഷെഡർ. അതും കുറഞ്ഞ മുതൽ മുടക്കിൽ EMI വേറെ ആരും കൊടുക്കാത്ത പൾവറൈസർ അറ്റാച്ച്മെന്റോട് കൂടി. ഓൺ മാനുഫാക്ചറിംഗ് കമ്പനി ആയതുകൊണ്ട് സർവീസും സ്പെയർസ് ഒക്കെ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഹലോ എൻ്റെ കർഷക സുഹൃത്തുക്കളെ, ഒരു കൊക്കോ ഷെഡർ വാങ്ങാൻ പോണ സമയത്ത് ആ ഒരു മെഷീനിൽ എന്തൊക്കെ ഇട്ട് പൊടിക്കാൻ പറ്റും, അതുപോലെ ആ ഒരു മെഷീൻ എവിടെ നിന്ന് വാങ്ങണമെന്നൊക്കെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഒട്ടും മിസ്സാക്കാതെ മൊത്തമായിട്ട് കാണുക. നമ്മളൊരു പുതിയ മെഷീൻ വാങ്ങുന്ന സമയത്ത് ആ ഒരു മെഷീൻ എന്തിനൊക്കെ കാര്യങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങുക. അതുപോലെ തന്നെ ഒരു കൊക്കോ ഷെഡർ വാങ്ങുന്ന സമയത്ത് ആ ഒരു കൊക്കോ ഷെഡറിൽ എന്തൊക്കെ കാര്യങ്ങളിട്ട് പൊടിക്കാൻ പറ്റും എന്ന് നോക്കിയിട്ട് വേണം വാങ്ങാൻ. ഇപ്പോൾ തേങ്ങയുടെ തൊണ്ട് മാത്രമായിട്ട് പൊടിക്കാനാണെങ്കിൽ ഒരു കൊക്കോ ഷെഡർ മെഷീൻ വാങ്ങുന്നത് നഷ്ടമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അതല്ല, നമ്മുടെ തേങ്ങയുടെ തൊണ്ട്, മടല്, അതുപോലെ നമ്മുടെ അടക്കയുടെ ഓല, പാള, മരക്കമ്പുകൾ, അതുപോലെ തെങ്ങിൻ്റെ തോപ്പിലൊക്കെ വരുന്ന വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് പൊടിക്കാൻ പറ്റുന്ന കൊക്കോ ഷെഡർ വാങ്ങുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ലാഭമായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊക്കോ ഷെഡറിൽ ഈസി ആയിട്ട് പൊടിക്കാൻ പറ്റും. അതുപോലെ ഈ പൊടിച്ച് കിട്ടുന്നത് നിങ്ങളുടെ തോപ്പിൽ തന്നെ നിങ്ങൾക്ക് വളമായിട്ട് ഉപയോഗിക്കാനും പറ്റും. ഇതൊന്നും കൂടാതെ നമ്മൾ വേറെ ആരും കൊടുക്കാത്ത പൾവറൈസർ അറ്റാച്ച്മെന്റും ഈ ഒരു കൊക്കോ ഷെഡറിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ കൊക്കോ ഷെഡറിൽ നമ്മൾ ഒരടിയിലാണ് ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര സൈസിലുള്ള മട്ടയും ഈസി ആയിട്ട് പൊടിക്കാൻ പറ്റും. രണ്ടായിട്ട് മുറിച്ചിടേണ്ട ആവശ്യമേ വരുന്നില്ല. ഇനി ബ്ലേഡ് നോക്കുവാണെങ്കിൽ മാനുഫാക്ചറിംഗ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഡബിൾ സൈഡ് ആയിട്ടുള്ള ഷാർപ്പനിങ് ബ്ലേഡാണ് കൊടുത്തിട്ടുള്ളത്. അത്രയും ഹാർഡനിങ് ആയിട്ടുള്ള ബ്ലേഡാണ് ഇതിനകത്ത് വരുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എഞ്ചിനാണ്. 20 HP എഞ്ചിനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. എഞ്ചിൻ മാത്രമല്ല, നിങ്ങൾക്ക് മോട്ടറിൽ വെച്ച് യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു കൊക്കോ ഷെഡറിൽ നിങ്ങൾക്ക് അങ്ങനെയും പറ്റുന്നതാണ്. അതിനകത്ത് ഡ്യുവൽ ഓപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എഞ്ചിനോ മോട്ടറോ മാറ്റി വെച്ച് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ല, നിങ്ങൾക്ക് ട്രാക്ടർ ഉണ്ടെങ്കിൽ ഈ ട്രാക്ടറിൻ്റെ പീട്ടിൽ അറ്റാച്ച് ചെയ്തും ഈ ഒരു കൊക്കോ ഷെഡർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ തോപ്പിലൊക്കെ നിങ്ങൾക്ക് തള്ളിക്കൊണ്ട് നടക്കണമെങ്കിൽ നമ്മൾ 2 ടയർ കൊടുത്തിട്ടുണ്ട്. അതല്ല, റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ റൊട്ടേറ്റിംഗ് വീലും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മെഷീൻ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് വെച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ റൊട്ടേറ്റിംഗ് വീലിൽ ലോക്കിംഗ് മെക്കാനിസം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് വെച്ച് ഈസി ആയിട്ട് ചെയ്യാം. ഇത്രയും നേരം നമ്മൾ ഈ മെഷീനിൽ എന്തൊക്കെ ഇട്ട് പൊടിക്കാം, അതുപോലെ ഈ കൊക്കോ ഷെഡറിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കി. ഇനി നമുക്ക് ഈ ഒരു കൊക്കോ ഷെഡർ എവിടെ നിന്ന് വാങ്ങാമെന്ന് നോക്കാം. നമ്മളൊരു മെഷീൻ വാങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും അതൊരു മാനുഫാക്ചറിങ് കമ്പനി തന്നെ വാങ്ങണം. അതെന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സർവീസും സ്പെയർസും ഒക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ടാകത്തുള്ളൂ. നമ്മുടെ MD വന്നിട്ട് ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. 15 വർഷത്തിലേറെയായിട്ട് നമ്മൾ മാനുഫാക്ചറിങ് ഫീൽഡിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സർവീസും സ്പെയർസും ഒക്കെ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഇത്രയും സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉള്ള ഈ കൊക്കോ ഷെഡർ ഇപ്പോൾ കുറഞ്ഞ മുതൽ മുടക്കിൽ EMI കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഇനി ഒട്ടും വൈകാതെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളുക. നമ്മുടെ കമ്പനി വന്നവരുടെ മൺഡേ ടു സൺഡേ വരെ ഓപ്പൺ ആണ്. നിങ്ങൾ എപ്പോൾ വന്നാലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡെമോ പേഴ്സൺസും അല്ല മെഷീനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണം, അതിന് ട്രെയിനിങ് വേണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ വേഗം വിളിച്ചോളൂ, വേഗം നമ്മുടെ MD പോകുന്നോളൂ.